ഹലോ എവരിവൺ, ലോ ഗ്രാറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേശീയ ചിഹ്നങ്ങളെ പറ്റിയിട്ടുള്ള പാഠഭാഗങ്ങളാണ് നമ്മളിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ദേശീയ മുദ്ര. ഇന്ത്യയുടെ ദേശീയ മുദ്ര ഏതാണ്? സിംഹമുദ്രയാണ് ഇന്ത്യയുടെ ദേശീയ മുദ്ര എന്ന് പറയുന്നത്. നമ്മളിത് കടം കൊണ്ടിരിക്കുന്നത് ഉത്തർപ്രദേശിലെ സാരനാഥിലെ അശോക സ്തംഭത്തിൽ നിന്നുമാണ്. അപ്പോൾ ഇതിന് അശോക സ്തംഭം എന്ന് നമ്മൾ പറയാറുണ്ട്. ദേശീയ മുദ്രയുടെ നടുവിലായി ഒരു ധർമ്മചക്രം കാണുന്നുണ്ട്. ഈ കാണുന്ന ധർമ്മചക്രം കാണുന്നുണ്ട്. ഇതിൽ 24 ആരക്കാലുകളാണ് ഉള്ളത്. ഈ സിംഹമുദ്രയിൽ സിംഹം, കുതിര, കാള, ആന എന്നിവയെ കാണാം. അപ്പൊ ഈ ധർമ്മചക്രത്തിന് ചുറ്റുമായിട്ടും പല മൃഗങ്ങളുണ്ട്. കുതിര, കാള, അതുപോലെ പുറകിലായിട്ട് ആന, സിംഹം എന്നിവയുണ്ട്. അങ്ങനെ ടോട്ടലി ഇത്രയും മൃഗങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പൊ 4 സിംഹങ്ങളെ കൂടാതെ ഇവിടെയും 4 മൃഗങ്ങളുണ്ട്. കുതിര, കാള, ആന, സിംഹം എന്നിവ ഓർത്തു വെച്ചിരിക്കുക. അപ്പം ഏതൊക്കെയാണ് മൃഗങ്ങൾ? സിംഹം, കുതിര, കാള, ആന എന്നിവയാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്. മുദ്രയിൽ സത്യമേവ ജയതേ എന്ന് ദേവനാഗരി ലിപിയിൽ ആലേഖനം ചെയ്തിരിക്കുന്നു. അപ്പോൾ സത്യമേവ ജയതേ എന്നത് ഏത് ലിപിയിലാണ്? ദേവനാഗരി ലിപിയിലാണ് ആലേഖനം ചെയ്തിരിക്കുന്നത്. സത്യമേവ ജയതേ എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? മുണ്ടക ഉപനിഷത്തിൽ നിന്നുമാണ് സത്യമേവ ജയതേ എടുത്തിരിക്കുന്നത്. ഇനി ഭരണഘടനാ നിർമ്മാണ സമിതി ദേശീയ മുദ്ര അംഗീകരിച്ചത് എന്നാണ്? 1950 ജനുവരി 26 ദേശീയ മുദ്രയെ അംഗീകരിക്കുന്നത്. അപ്പൊ ഇത്രയാണ് ദേശീയ മുദ്രയെ പറ്റി പഠിക്കാനായിട്ടുള്ളത്. നമുക്കിനി ബാക്കി ചിഹ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ദേശീയ വൃക്ഷം ഏതാണ്? ദേശീയ വൃക്ഷം എന്ന് പറയുന്നത് പേരാലാണ് ഇന്ത്യയുടെ ദേശീയ വൃക്ഷം എന്ന് പറയുന്നത്. ഫൈക്കസ് ബംഗാളിയൻസിസ് 1950 നമ്മൾ ഇതിനെ ദേശീയ വൃക്ഷമായിട്ട് അഡോപ്റ്റ് ചെയ്യുന്നത്. അപ്പൊ 50 നിലവിൽ വന്നതാണ് ഏതൊക്കെ? ദേശീയ വൃക്ഷം, അതുപോലെ തന്നെ ദേശീയ ഫലം, ദേശീയ പുഷ്പം എന്നിവ 50 നിലവിൽ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ ദേശീയ ഫലം എന്താണ്? മാമ്പഴമാണ്. മാഞ്ചിഫറ ഇൻഡിക്ക എന്നതാണ് സയന്റിഫിക് നെയിം. ദേശീയ പുഷ്പം താമരയാണ്. നുലുംബോ ന്യൂസിഫറ എന്നാണ് താമരയുടെ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത്. സയന്റിഫിക് നെയിം ഒന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. ഈ പാവോ ക്രിസ്റ്റാറ്റസ് ഒരിക്കൽ ചോദിച്ചിട്ടുള്ളതാണ്. ഇനി 1957 മാർച്ച് 22 നമ്മുടെ ദേശീയ കലണ്ടറായിട്ട് ശകവർഷ കലണ്ടറിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. 57 മാർച്ച് 22 കലണ്ടർ, ദേശീയ കലണ്ടറായിട്ട് ശകവർഷ കലണ്ടർ അഡോപ്റ്റ് ചെയ്തത്. ഇനി ഇന്ത്യയുടെ ദേശീയ പക്ഷി ഏതാണ്? ഇന്ത്യൻ മയിലാണ്. പാവോ ക്രിസ്റ്റാറ്റസ് 1963 നമ്മളിതിനെ ദേശീയ പക്ഷിയായിട്ട് അംഗീകരിച്ചത്. അതുപോലെ ദേശീയ മൃഗം ബംഗാൾ കടുവയാണ്. പാന്തറ ടൈഗ്രസ് 1973 നമ്മൾ കടുവയുടെ സംരക്ഷണാർത്ഥം ആണ് നമ്മൾ കടുവയെ എന്ത് ചെയ്യുന്നത്? ദേശീയ മൃഗമായിട്ട് അംഗീകരിച്ചത്. ഇനി ദേശീയ നദി ഗംഗാ നദിയാണ്. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു നദീതടം എന്നുള്ള രീതിയിലാണ് ഗംഗാ നദിയെ നമ്മൾ ദേശീയ നദിയായിട്ട് അംഗീകരിച്ചത്. 2008 നവംബർ 4 ഇത് ഇന്ത്യയുടെ ദേശീയ നദിയായിട്ട് അംഗീകരിക്കപ്പെടുന്നത്. ദേശീയ പൈതൃക മൃഗം, അതുപോലെ ജലജീവി, കറൻസി എന്നിവ 2010 എന്ത് ചെയ്തിരിക്കുന്നത്? അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. ദേശീയ പൈതൃക മൃഗം എന്ന് പറയുന്നത് ഏതാണ്? ആനയാണ് ദേശീയ പൈതൃക മൃഗം. എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ്. അതുപോലെ ജലജീവി ഗംഗാ ഡോൾഫിനാണ്. പ്ലാറ്റനിസ്റ്റ ഗംഗാറ്റിക്ക അതും 2010 ദേശീയ കറൻസി എന്ന് പറയുന്നത് ഇന്ത്യൻ രൂപയാണ്. 2010 ജൂലൈ 15 ഇത് അംഗീകരിക്കുന്നത്. ദേവനാഗരി ലിപിയിലുള്ള ര എന്ന് പറയുന്ന അക്ഷരത്തിൽ നിന്നുമാണ് നമ്മൾ ഇതിന്റെ ചിഹ്നം എടുത്തിട്ടുള്ളത്. ഇതാണ് അതിന്റെ ചിഹ്നം എന്ന് പറയുന്നത്. അതുപോലെ ഈ ചിഹ്നത്തിന്റെ ശില്പി എന്ന് പറയുന്നത് ഡി ഉദയകുമാറാണ്. അപ്പൊ ഇത്രയാണ് ഇതിനകത്ത് നോക്കാനുള്ളത്. വളരെ ഒരു ചെറിയൊരു ക്ലാസ് ആണ്, വളരെ ചെറിയൊരു പോർഷൻ ആണ്. നിങ്ങൾ ഈ സയന്റിഫിക് നെയിംസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. പാവോ ക്രിസ്റ്റാറ്റസ് ചോദിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ നോക്കി വെച്ചിരിക്കുക. നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ക്ലാസ് കണ്ട എല്ലാവർക്കും താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.